യൂസ്ഡ് കാർ തട്ടിപ്പിന്റെ പാർട്ട് 2 വീഡിയോ ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഒരു MVD സുഹൃത്തിന്റെ കോൾ വന്നു. എടാ മോനെ, ഞങ്ങൾ നിന്നെ പൂട്ടാൻ പോവാന്നാ പറഞ്ഞേ. പൂട്ടണം സാർ, പൂട്ടി ജയിലിലിടണം, പിന്നെ തൂക്കിക്കൊല്ലണം. പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കും, ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചിരിക്കും. മലയാള മനോരമയിലെ റിപ്പോർട്ടർ അയ്യപ്പന്റെ വാർത്ത കണ്ട ശേഷം ഞാൻ അതിന്റെ യാഥാർത്ഥ്യം അറിയാൻ വേണ്ടിയിട്ട് MVDക്ക് വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ നൽകി. 2012 മുതൽ 2022 വരെ കേരളത്തിൽ എത്ര പാസഞ്ചർ കാറുകൾ വെള്ളം കയറിയത് കൊണ്ടോ ആക്സിഡന്റ് കാരണമോ ടോട്ടൽ ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഇതിന് MVD തന്നിരിക്കുന്ന മറുപടി ഇത്തരത്തിൽ ക്രോഡീകരിച്ച ഒരു ഡാറ്റ ഞങ്ങളുടെ കയ്യിൽ ലഭ്യമല്ല എന്നാണ്. ഞാൻ ഈ മറുപടിക്കെതിരെ അപ്പീലിന് പോകാൻ തീരുമാനിച്ചു. അതിൽ സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദിച്ചു, 2018 ജനുവരി 1 മുതൽ 2018 ഡിസംബർ 31 വരെ എത്ര പാസഞ്ചർ കാറുകൾ വെള്ളം കയറിയത് കൊണ്ട് ടോട്ടൽ ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ അപ്പീൽ എനിക്ക് കിട്ടിയ മറുപടി നിങ്ങൾ ഇവിടെ കാണണം. ഓഫീസിൽ ലഭ്യമല്ലാത്ത വിവരങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ലോസ് ഇൻഷുറൻസ് കമ്പനികളാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനികളുടെ അടുത്ത് പോയി ചോദിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, പൊതുജനം കഴുതകളാണെന്നുള്ള ചിന്താഗതി MVDക്ക് ഉണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. കേരളത്തിൽ യൂസ്ഡ് കാർ എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് 2018 ഒരു വണ്ടിയുടെ ഇൻഷുറൻസ് ഏതായിരുന്നു എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക? കേരളത്തിലെ ജനങ്ങളെ മൊത്തത്തിൽ